അസ്സലാമു അലൈക്കും. ഹായ്. ഇന്നത്തെ കുറേ മരണ വാർത്തകൾ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ കണ്ടുവരുന്ന മരണ വാർത്തകൾ കണ്ടിട്ട് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എത്ര എത്ര സഹോദരിമാരാണ് ഓരോ കാരണങ്ങൾ കാരണം അവരുടെ സമനില തെറ്റിക്കൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നത്. പറയുമ്പോൾ എത്രയോ വിദ്യാഭ്യാസവും പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും നമുക്കിങ്ങനെ കാണുന്ന ആളുകളിലേക്ക് അതൊക്കെ തികഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ മനസ്സിന് ശക്തി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ശക്തി കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. വിദ്യാഭ്യാസം കൂടിപ്പോയതാണ്ടോ അതോ പണം കൂടിയതുകൊണ്ടാണോ അത്രയും സ്റ്റാറ്റസും ആയിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചതുകൊണ്ടാണോ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. എത്ര സഹോദരിമാരാണ് മരിച്ചു പോകുന്നത്. ഇപ്പോൾ ആ ഒരു തമിഴ്നാട്ടിൽ ഋതന്യ എന്നുള്ള പേര് ആ ഒരു സഹോദരി, ആ സഹോദരിയുടെ വോയിസ് ഒക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടമായി പോയി. 300 പവനും കാറൊക്കെ കൊടുത്തിട്ട് അവരെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതിലെന്താ 200 പവൻ ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് ആ സഹോദരിനെ അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വേദനിപ്പിച്ചിട്ട് ആ സഹോദരി മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, പണത്തിൻ്റെ ഒക്കെ എല്ലാ മരണങ്ങളും പണത്തിൻ്റെ അത്രയും ഇതിൽ എന്താ പറയുക, പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും മുന്നിൽ നിന്നിട്ട് പോലും ഇങ്ങനെ മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊന്നും ഒരു വില ഇല്ലാതായി പോവാണല്ലോ. അപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് ഇപ്പോഴും പല പെൺകുട്ടികളും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ കുറച്ച് സഹോദരിമാരോട് പറയാന് എന്താ പറയാ, നിങ്ങൾ ആരും ഈ പണവും പത്രാസും അല്ലെങ്കിൽ സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കരുത്. ഇപ്പൊ നമ്മളുടെ വിസ്മയ എന്ന് പറയുന്ന സഹോദരി, അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത് തന്നെ 2 മരണങ്ങൾ ഉണ്ടായില്ലേ, അതുപോലെ വിഭജിക, പിന്നെ അതുല്യ, ഇവരുടെയൊക്കെ മരണവാർത്ത കേട്ടിട്ട് ഒരുപാട് സങ്കടം തോന്നി. എത്രയോ അവർക്കൊക്കെ എന്താ പറയാ, നമ്മൾ ആ സമയത്തൊക്കെ അവരുടെ മരണം കേട്ടപ്പോൾ നമ്മളുടെ പേരൻസിനെ കേട്ടോ സത്യം പറഞ്ഞ ഓർമ്മ വന്നത്. ഒരു പക്ഷെ പേരൻസിന്റെ എന്തെങ്കിലും നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള സഹോദരിമാരോട് നമ്മളിപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ചേച്ചി അല്ലെങ്കിൽ ഒരു താത്ത എന്ന നിലയിലാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യാതിരിക്കുക. ഒരു തീരുമാനത്തിന് മരണം വരെ വിവാഹമേ ചെയ്യില്ല എന്നുള്ളത് ചിന്തിക്കുക. അതല്ല നിങ്ങൾക്കൊരു പാർട്ട്ണർ ആവശ്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് ഇഷ്ടമാണ്, അങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പണത്തിന്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ വീട്ടിലത്തെ ആൾക്കാർ പറയും നമ്മളെ സ്റ്റാറ്റസിലുള്ള ആളുകളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ നോക്കാതെ ആ ഒരു പുരുഷൻ നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി സ്നേഹിക്കാൻ കഴിയുന്ന ആളാണോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, വിദ്യാഭ്യാസവും പണവും എല്ലാം വേണം. ഇന്നത്തെ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വേണം, ഇല്ലാന്നല്ല ഞാൻ പറയണത്. പക്ഷെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇന്ന് അന്വേഷിക്കാവുന്ന, പണ്ടത്തെ പോലെ വെറും പേരൻസ് മാത്രമല്ല, ഇന്ന് പെൺകുട്ടികൾ പറഞ്ഞ രീതിയിൽ മാത്രമാണ് അവര് ഓക്കെ ആണെന്ന് പറഞ്ഞാലാണ് ഇപ്പൊ കല്യാണങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് അന്നതാണ്. അതായത് ആ ആള് നല്ല സ്വഭാവമുള്ള ആളാണോ, ഇന്നത്തെ പോലെ പല രീതിയിലും അന്വേഷിക്കാം നിങ്ങൾക്ക്. അതായത് സ്വഭാവം കൊണ്ടായാലും ഒരു കുടുംബത്തോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, അതൊക്കെ ഇന്ന് അത്യാവശ്യം നമുക്ക് അറിയുന്ന ആളുകളോട് അന്വേഷിച്ചാലൊക്കെ അറിയാൻ പറ്റും. കുടുംബമായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ആളിനെ കുറിച്ചിട്ട് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വെറും ജോലി അല്ലെങ്കിൽ ഗൾഫ്, ലണ്ടൻ അല്ലെങ്കിൽ ദുബായ് അങ്ങനെ പല രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരെ മാത്രമാണ് കല്യാണം കഴിക്കുള്ളൂ, അങ്ങോട്ട് പോവാൻ മാത്രം, അങ്ങോട്ട് പോയിട്ടുള്ള ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പുള്ള ആളുകളെ മാത്രം കല്യാണം കഴിക്കുള്ളൂ. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു നിബന്ധനകളും നിങ്ങൾ വെക്കരുത്. പോകുന്നത് കൊണ്ടോ ഇനിയിപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നവരും അങ്ങനത്തെ പഠിപ്പുള്ളവരൊക്കെ നല്ലവരല്ല എന്നല്ല പറയണത്, നല്ലവരുണ്ട്. പക്ഷെ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവവും അതുപോലെ നമ്മളുടെ പണം കണ്ടിട്ടാണോ, നമ്മളെ ജോലി കണ്ടിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടാണോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. എന്താ പറയുക, ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. കാരണം ഇങ്ങനത്തെ മരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നതുകൊണ്ട് ഇനിയൊരു സഹോദരിമാർക്കും അങ്ങനെ വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ പറയണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 10-75 പവനോളം സ്വർണം തന്നിട്ട് കല്യാണം കഴിച്ച ആളാണ്. 2400 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഞാനൊരു പാർട്ട്ണർ തിരഞ്ഞെടുത്ത ഒരു പെയിന്റിങ്ങാരനാണ്. ഇന്ന് എൻ്റെ ഒക്കെ ഒരു പെയിന്റിങ് കോൺട്രാക്ടറാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് വെറും പെയിന്റിങ് ചെയ്യാൻ പോകുന്ന വെറും ഒരു തൊഴിലാളി. പക്ഷെ ഞാനതൊന്നല്ല നോക്കിയത്. എൻ്റെ ഉപ്പയായാലും എനിക്ക് ഇത്രയും തോനെ സ്വർണ്ണം എനിക്ക് തന്നിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചു വരുന്ന വീട്, ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ കെടുക്കുമ്പോൾ ആ ടെറസിന് ഒരു വാർപ്പ് ഓടും കൂടിയിട്ടുള്ള വീടാണ്. അതിൽ നിന്ന് ഞങ്ങളൊക്കെ എടുക്കുന്ന കട്ടലിന്റെ മുകളിൽ ഞങ്ങളെ കാലിന്റെ മുകളിൽ വെള്ളം അടക്കം മുറ്റിച്ചടിയിട്ടുണ്ട്. അപ്പോൾ ആ വീടെല്ലാം അറിഞ്ഞുകൊണ്ടും അവിടുത്തെ സാഹചര്യം ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചതും ഞാൻ ആളെ തിരഞ്ഞെടുത്തതും ഒക്കെ. പക്ഷെ ഞങ്ങൾ നോക്കിയെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനായാലും എൻ്റെ ഒപ്പായാലും ഞങ്ങളെ ഫാമിലി നോക്കിയെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ സ്വഭാവം,
അത് മാത്രം കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നും 9 വർഷമായിട്ട് ഞാൻ വാടകയൊക്കെ താമസിക്കണത്. സ്വന്തമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടായിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. എൻ്റെ ഉപ്പ എന്നെ എങ്ങനെയാണോ രാജകുമാരിയായിട്ട് എന്നെ നോക്കിയിരുന്നത്, അതേപോലെ എൻ്റെ എല്ലാ സന്തോഷത്തോടും കൂടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡും എന്നെ നോക്കുന്നത്. ആ കാര്യത്തിൽ ഇന്നത്തെ വരെ, ഇനി നാളെ എങ്ങനെയെന്ന് അറിയില്ല, ഇന്നത്തെ വരെ അതേ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ ക്യാരക്ടറും കൂടി ഒന്ന് നോക്കണം. വെറും സ്റ്റാറ്റസും കാര്യങ്ങളും മാത്രം നോക്കിയാൽ പോരാ. ഇനി ഒരു സഹോദരി മരിക്കരുത്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു മനസ്സിന് ഒരു മനക്കെട്ടി വേണം, മനസ്സിലായോ? അപ്പോൾ അതും കൂടി നിങ്ങൾ ഒന്ന് നേടിയെടുക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ മനസ്സിനുള്ള മനക്കെട്ടിയും കൂടി ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി ഓരോ സഹോദരിമാരും ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.